ഗായത്രി വർഷായി ഈ വിഷയങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരിക്കുകയും വ്യക്തമായ ഭാഷയിൽ തന്നെ നിലപാടുകൾ പറയുകയും ചെയ്ത ആളാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ AMM പിരിച്ചുവിടുന്നു, അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. സംഘടന തന്നെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാലും തെറ്റാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തു തന്നെയായാലും ഈ സാഹചര്യത്തിൽ ഏറ്റവും അനിവാര്യമായ നടപടി എന്നാണോ അതോ ഒരു മുഖം രക്ഷിക്കൽ എന്നാണോ കാണുന്നത് ഈ നടപടി? ഇത് രണ്ടുമല്ല അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. ഞാനത് വളരെ വളരെ ഗൗരവമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാരണം സിനിമ പോലെയുള്ളൊരു രംഗത്തിന് സിനിമ നമ്മൾ ചെറുതായി കണ്ടതാണ് കുഴപ്പമുണ്ടായത്. സിനിമ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക വ്യവസായ തൊഴിൽ മേഖല. പിന്നെ രണ്ടാമത് ഇപ്പോൾ സിനിമ വേൾഡ് വൈഡാണ്, പാൻ വേൾഡ് റിലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സിനിമ വേൾഡ് വൈഡാണ് റിലീസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഈ നമ്മുടെ സംസ്കാരത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു വേൾഡ് നിലവാരത്തിലേക്ക് നിൽക്കുന്ന, പലപ്പോഴും സിനിമയുടെ ക്വാളിറ്റി കൊണ്ട് തന്നെ ലോക സിനിമയിൽ ഒന്നാമതേക്ക് വന്നിരിക്കുന്ന മലയാള സിനിമ അതിന് അതിൻ്റേതായ ഒരു വലിപ്പത്തിൽ കാണണം. സംഘടന വേണം, സംഘശക്തി വേണം, എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന, അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള ഒരു ഇടത്തോടു കൂടി നിൽക്കുന്ന സിനിമ വേണം. പക്ഷേ ഒരു വെൽഫെയർ അസോസിയേഷൻ പോരാ. ഒരു വെൽഫെയർ അസോസിയേഷൻ അല്ല വേണ്ടത്. ഇപ്പോൾ 95 ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ട് അതേ വർഷം ഞാൻ റിസൈൻ ചെയ്തിട്ട് 30 വർഷമായിട്ട് ഒരു മെമ്പർഷിപ്പിലേക്ക് തിരികെ അമ്മയിലേക്ക് ഞാൻ വരാതിരിക്കുന്നത് അംഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ബൈലോ ഓഫ് മെമ്മോറാണ്ടം പോലും അമ്മയ്ക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. ഒരു വെൽഫെയർ അസോസിയേഷൻ എന്നുള്ള രീതിയിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാവുകയും അവിടെ ആടുകയും പാടുകയും ചിരിക്കുകയും കളിക്കുകയും മൃഷ്ടാനം ഭക്ഷണം കഴിക്കുകയും അത് കഴിഞ്ഞിട്ട് സ്വജന പക്ഷപാത അനുസരിച്ച് ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ അകത്തുണ്ടാകുന്ന ജനാധിപത്യപരമായ പ്രതിപക്ഷവാദങ്ങൾക്കും ശബ്ദങ്ങൾക്കും ഇടം കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലല്ല സിനിമ പോലെയുള്ളൊരു രംഗത്തെ അസോസിയേഷൻ പ്രവർത്തിക്കേണ്ടത്. കുറച്ചുകൂടി ബൃഹത്തായി കാണണം. കുറച്ചുകൂടി ജനാധിപത്യ സംരക്ഷണത്തിനും തൊഴിൽ സംരക്ഷണത്തിനും ഉതകുന്ന രീതിയിലുള്ള ഭരണഘടന ഈ സംഘടനയ്ക്ക് തന്നെ ഉണ്ടാവണം. അങ്ങനെ കെട്ടുറപ്പുള്ള ഒരു ഭരണഘടനയുടെ അണ്ടറിൽ ഒന്നാമത് ഇതൊരു അൺഓർഗനൈസ്ഡ് സെക്ടറായിട്ടാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറായിട്ട് ഇത്ര ലക്ഷം ആൾക്കാർ പണിയെടുക്കുന്ന ഈ ഒരു മേഖലയെ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ ചിട്ടവട്ടങ്ങളിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് കരുപ്പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ബലം സംഘടനയ്ക്ക് വേണം. അത് കാലം ഡിമാൻഡ് ചെയ്യും. അപ്പോൾ ആ കാലത്തിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് ആ രീതിയിലേക്ക് ഒരു അസോസിയേഷൻ വളരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ തന്നെ ഈ അച്ചടക്കമില്ലായ്മ, ഇതിൻ്റെ അംഗങ്ങളുടെ ഏറ്റവും നിരുത്തരവാദപരമായി എന്തുമാവാം എന്ന് പറയുന്ന ചില സ്വാർത്ഥ താല്പര്യങ്ങളും അധീശത്വ മനോഭാവവും ഒക്കെ കൂടിയാകുമ്പോൾ ഇതിങ്ങനെ വാനിഷായി തന്നെ പോകും. വാനിഷായി പോകുന്നതാണ് അതിൻ്റെ നല്ല ലക്ഷണം. ഇനി നല്ല കരുത്തുറ്റുള്ളൊരു മുഖം വരട്ടെ. തീർച്ചയായിട്ടും ഇത് അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് സംഭവിച്ചത്. നിവർത്തികേടിലാണ് ചെയ്തതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇതൊരു അനിവാര്യമായ ഘട്ടത്തിൽ, കാരണം സർക്കാരും പൊതുജനവും മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് പോകണമെങ്കിൽ അമ്മ എന്ന് പറയുന്ന അല്ലെ ഏത് പേരിട്ട് വിളിച്ചാലും ഈ താരസംഘടനയ്ക്ക് ഈ ഒരു കെട്ടുറപ്പ് പോരാ. ആ കെട്ടുറപ്പ് അല്ലാതെ നല്ല കെട്ടുറപ്പുള്ളൊരിടത്തേക്ക് അത് വരണം.